മാസപ്പടി കേസിൽ വീണ അടക്കം 9 പേർക്ക് വെള്ളിയാഴ്ച ഹാജരാകാൻ ഇഡിയുടെ സമൻസ്. ISRO റോക്കറ്റിന്റെ സാങ്കേതിക വിദ്യ സ്വകാര്യ മേഖലയ്ക്ക് കമ്പനികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചു. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ജാമ്യം അനുവദിച്ച് കോടതി. കോടതി വിധി അന്യായമെന്നും നിയമപോരാട്ടം തുടരുമെന്നും ആലപ്പുഴ MLA AD തോമസ്. പിണറായിയുടെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം 5 പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് തുടരുന്നു. വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷ വിമർശനമുയർത്തി P ജയരാജൻ. പാക് അധീന കാശ്മീരിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരും പാകിസ്ഥാൻ സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ശക്തമായ ഏറ്റുമുട്ടലിൽ 30-ലേറെ പേർ മരിച്ചു, 200-ൽ അധികം പേർക്ക് പരിക്കേറ്റു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കില്ലെന്ന് ഹൈക്കോടതി. വയനാട്ടിൽ ഷിഗല്ല ബാധിതർ 3ആയി. കർണാടകയിലെ ദവാൻഗരയിൽ 41-കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി 10 പേർ അറസ്റ്റിൽ. കേരളത്തിൽ തടവുപുള്ളികളുടെ എണ്ണം കൂടുകയാണെന്നും സംസ്ഥാനത്ത് ഒരു സെൻട്രൽ ജയിൽ കൂടി വേണമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആവേശപ്പോരിൽ ലങ്കയെ വീഴ്ത്തി ഇന്ത്യൻ യുവനിര. ത്രിരാഷ്ട്ര പരമ്പരയിൽ ഇന്ത്യയ്ക്ക് ജയം.